ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയയിലേക്കാണ്, അതായത് വാഷിങ്ടൺ DC-യിലേക്ക്. വാഷിങ്ടൺ DC എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഡിസ്ട്രിക്റ്റ് ആണ്. അതുകൂടാതെ തന്നെ US-ൻ്റെ ക്യാപിറ്റൽ സിറ്റി കൂടിയാണ് വാഷിങ്ടൺ DC. ഞങ്ങൾ ഇപ്പം വാഷിങ്ടൺ DC-യിൽ പോകാനായിട്ടൊരു റീസൺ ഉണ്ട്. കാരണം ഞങ്ങൾ പോകുന്നത് ചെറി ബ്ലോസം കാണാനായിട്ടാണ്. വാഷിങ്ടൺ DC-യിലെ ചെറി ബ്ലോസം വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ വർഷത്തെ ചെറി ബ്ലോസത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് മാർച്ച് 28 മുതൽ മാർച്ച് 31 വരെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 28 ഈവനിങ് തന്നെ മിഷിഗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ വാഷിങ്ടൺ DC-യിലെത്തി. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റിയുടെ. സിൽവർ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രോപ്പർ വാഷിങ്ടൺ DC-യിലേക്ക് എത്താനായിട്ട്. ടൈഡൽ ബേസിനിൽ പോയിട്ട് ചെറി ബ്ലോസം കാണാനായിട്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു 5 മണിയായപ്പോഴേ എഴുന്നേറ്റു, ഒരു 6:30 ആയപ്പോഴത്തേനും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഹോട്ടലിൽ നിന്ന് നേരെ ഞങ്ങൾ ഇനി ചെറി ബ്ലോസം കാണുന്ന ടൈഡൽ ബേസിനിലേക്കാണ് പോകുന്നത്. ഇപ്പം സമയം 6:30 ആയിട്ടേ ഉള്ളൂ. 6:30ക്ക് ഇനി അവിടെ തിരക്കുണ്ടോയെന്ന് അറിയത്തില്ല. തിരക്ക് കാണത്തില്ലെന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫെഡറൽ ഡിസ്ട്രിക്റ്റ് ആണ്. ഇതിനടുത്തുള്ള 2 സ്റ്റേറ്റുകളാണ് മേരിലാൻഡും വിർജീനിയയും. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തതും മേരിലാൻഡിലാണ്. വാഷിങ്ടൺ കയറിയപ്പോൾ മുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ചെറി ബ്ലോസം. എവിടെ നോക്കിയാലും ചെറി ബ്ലോസം നമുക്ക് കാണാമായിരുന്നു. ഈ കാണുന്നത് മാഗ്നോളിയ എന്ന് പറഞ്ഞൊരു പൂവാണ് കേട്ടോ. ഈ ഒരു പൂവിൻ്റെ പല വെറൈറ്റീസ് നമുക്കിവിടെ കാണാമായിരുന്നു. ഇതുപോലുള്ള കുറേ സ്റ്റാച്യൂസും അതുപോലെ തന്നെ കുറേ മോണുമെൻറ്റ്സും ഒക്കെ വാഷിങ്ടൺ DC-യിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. വാഷിങ്ടൻ്റെ സിറ്റി കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ന്യൂയോർക്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ സിറ്റി കമ്പയർ ചെയ്യുമ്പം ഇവിടെ കുറേയും കൂടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ന്യൂയോർക്കിൽ സിറ്റിയിൽ കുറേയൊക്കെ നമുക്ക് അത്ര നീറ്റായിട്ട് ഫുള്ളി നീറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നല്ല ക്ലീൻ ആയിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇപ്പം ടൈഡൽ ബസിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 1 മൈലുണ്ട് നടക്കാനായിട്ട്. അവിടെ അടുത്തൊന്നും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പബ്ലിക് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടക്കുക. വാഷിങ്ടൺ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? വാഷിങ്ടൺ കറക്റ്റായിട്ട് കണ്ടില്ലല്ലോ. കാണാൻ പോകുന്നേ ഉള്ളല്ലേ? വാഷിങ്ടൺ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ, പാർക്ക് ചെയ്തതല്ലേ ഉള്ളൂ. ഇനി കുറേ നടന്ന് ക്ഷീണിക്കും. ഇവിടെ ഫുള്ള് നടക്കാനാണുള്ളത്. ആ കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ ആദ്യം പോകാമെന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് പൊട്ടോമക് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പൊട്ടോമക് റിവർ. ഈ റിവറിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയയുടെ കുറച്ച് ഭാഗമാണുള്ളത്. അതിനപ്പുറത്തേക്ക് വരുന്നത് വിർജീനിയയുടെ ഭാഗങ്ങളാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്നത് റൊണാൾഡ് റേഗൻ വാഷിങ്ടൺ നാഷണൽ എയർപോർട്ടാണ്. ഈ ഒരു എയർപോർട്ട് വിർജീനിയയുടെ ഭാഗമാണ്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിട്ട് വള്ളംകളി പോലെ ഇവിടെ ബോട്ട് റേസിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പൊട്ടോമക് ബോട്ട് ക്ലബിൻ്റെ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എയർപോർട്ട് അടുത്തായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഫ്ലൈറ്റുകൾ കാണാമായിരുന്നു.
ഞങ്ങൾ ഈ പാർക്കിൽ എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഒരു 7:30 കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്കിവിടെ കാണാമായിരുന്നു കേട്ടോ. പേഴ്സണലായിട്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അല്ലാണ്ട് ചെറി ബ്ലോസത്തിൻ്റെ മാത്രമായിട്ട് എടുക്കാൻ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റിയിരുന്നതാണ് കുറേ ഓടുന്നവരും എക്സസൈസ് ചെയ്യുന്നവരും പിന്നെ സൈക്കിൾ ഓടിക്കുന്നവരും ഒക്കെ നമുക്കിവിടെ കാണാമായിരുന്നു. വാഷിങ്ടണിലെ ചെറി ബ്ലോസം വളരെ ഫേമസ് ആണ്. ഇപ്പം മിഷിഗണിലൊക്കെ ചെറി ബ്ലോസം ഉണ്ടെങ്കിലും വാഷിങ്ടണിലെ ടൈഡൽ ബേസിനിലെ ചെറി ബ്ലോസം വളരെ ഫേമസ് ആണ്. പിന്നെ ചെറി ബ്ലോസം നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളത് ജപ്പാനിലെ ചെറി ബ്ലോസത്തിനെ പറ്റിയാണ്. ജപ്പാൻകാർക്ക് ചെറി ബ്ലോസം വളരെ ഒരു എന്താ പറയുക, സ്പ്രിങ്ങിനെ വരവേൽക്കുന്നതും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഈ ഒരു ചെറി ബ്ലോസത്തിനെ. ജപ്പാനിലെ ചെറി ബ്ലോസത്തിനെ സക്യൂറ എന്നാണ് പറയുന്നത്. ഈ ചെറി ബ്ലോസം തന്നെ പല കളറുണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സ് വൈറ്റ് കളറും ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറും ഉണ്ട്. വേറൊരു കളറായിട്ട് തോന്നുന്നു, കുറച്ചുകൂടെ പിങ്ക് ആയിട്ടുള്ള കളറ്. പക്ഷെ ഇതിൽ വൈറ്റൊക്കെ തോന്നുന്നു. അങ്ങനെ നമ്മൾ പോട്ടോമാക് പാർക്കിൽ നിന്ന് ടൈഡൽ ബേസിനിലേക്ക് എത്തിയിരിക്കുകയാണ് നടന്ന്. ഇവിടെ ടൈഡൽ ബേസിനിൽ സീ വാൾ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂവിലൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു കുറച്ച് ഭാഗത്ത്. ഇതുപോലുള്ള കുറേ കലാകാരന്മാരെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല പരിപാടികളും ഉണ്ട്. അങ്ങനെ നമ്മൾ ടൈഡൽ ബേസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രീസ് കുറേ കൂടി അടുത്തിങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു പൂക്കളെല്ലാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട്. ഈ കാണുന്നതാണ് ടൈഡൽ ബേസിൻ. ഇവിടെ നിന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ തോമസ് ജെഫേഴ്സൺ മെമ്മോറിയൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈഡൽ ബേസിൻ ഏതാണ്ട് 107 ഏക്കറിലാണ് ഉള്ളത്. അതുപോലെ തന്നെ 10 അടി ഡെപ്താണ് ഈ ഒരു ടൈഡൽ ബേസിനുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വാഷിങ്ടൺ മോണുമെൻറ്റും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ ഡെലാനോ റൂസ്വെൽറ്റിൻ്റെ മെമ്മോറിയലാണ്. നമ്മൾ ആദ്യം കണ്ട സ്റ്റാച്യു എന്ന് പറയുന്നത് ഫസ്റ്റ് ലേഡി എൽനോർ റൂസ്വെൽറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് മൊത്തം നമുക്ക് എഡ്വേർഡ് സെക്കൻഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ്റെയൊക്കെ ഓരോരോ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും.
മെമ്മോറിയലിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കാണുന്ന കല്ലുകളില്ലേ, വെള്ളച്ചാട്ടം ഒഴുകുന്ന കല്ലുകൾ, അതെന്ന് പറയുന്നത് റെഡ് സൗത്ത് ഡക്കോട്ട ഗ്രാനൈറ്റ് ആണ്. ടൈഡൽ ബേസിനെ പറ്റി കൂടുതൽ പറയാനായിട്ടാണെങ്കിൽ ടൈഡൽ ബേസിൻ 1800-കളിലാണ് കേട്ടോ ബിൽറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് പോട്ടോമക് റിവറും അപ്പുറത്തെ സൈഡ് വാഷിങ്ടൺ ചാനലുമാണ്. പിന്നെ ഈ നടുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ടൈഡൽ ബേസിൻ. ഈ ഒരു ടൈഡൽ ബേസിൻ എന്തിനാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഈ പോട്ടോമക് റിവറിലുള്ള ടൈഡ് മൂലമുള്ള വെള്ളം അവിടെ ഒരു ഇൻലെറ്റ്, ഒരു ഗേറ്റ് ഉണ്ട്. ആ ഇൻലെറ്റ് ഗേറ്റിലൂടെ നമ്മുടെ ടൈഡൽ ബേസിനിലേക്ക് ഉള്ളിലേക്ക് പോകും. ഏതാണ്ട് ഒരു ദിവസം തന്നെ 2 തവണയായിട്ട് 250 ഗാലൺ വെള്ളമാണ് ആ ഒരു ടൈഡൽ ബേസിനിൽ കളക്ട് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്നും ഔട്ട്ലെറ്റ് ഒരു ഗേറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ് ഗേറ്റ് എന്ന് പറയുന്നത് വാഷിങ്ടൺ ചാനലിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ് ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഈ ഇൻലെറ്റ് ഗേറ്റ് അടയുകയും അവിടെ നിന്നുള്ള വെള്ളം ശക്തിയായിട്ട് വാഷിങ്ടൺ ചാനലിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് ഈ വാഷിങ്ടൺ ചാനലിലുള്ള ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ നീക്കം ചെയ്യപ്പെടുന്നു. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ ഒരു മെമ്മോറിയലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ 32ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ്റെയും അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പില്ലേഴ്സിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കൾപ്ചേഴ്സിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷനിൽ ഉണ്ടായിരുന്ന ഒരു എക്കണോമിക് ക്രാഷിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേജുകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ കണ്ട സൈക്കിൾസ് ഒക്കെ ചെയ്യുന്നത്, ഈ സൈക്കിൾ നമുക്കിങ്ങനെ എടുത്തിട്ട് റൈഡ് ചെയ്യാം. ഇവിടെ പേ ചെയ്തിട്ട് ഈ കാണുന്നതാണ് ബിഗ് ബസ്. ഈ ബസ്സിൻ്റെ ടോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പം നമുക്ക് അതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ ഒരു സിറ്റിയുടെയൊക്കെ ടൂർ ചെയ്യാം. മെയിനായിട്ടുള്ള സിറ്റികളിലൊക്കെ നമുക്ക് ബിഗ് ബസ് കാണാൻ പറ്റും. ഈ കാണുന്നത് കൊറിയൻ വാർ വെറ്ററൻസ് മെമ്മോറിയലാണ്. 1950 നടന്ന നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു മെമ്മോറിയലാണിത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു മെമ്മോറിയൽ ഉള്ളത്. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് ഈ ഒരു പൂള് നമുക്ക് കാണപ്പെടുന്നത്. ഈ പൂളിനെ പൂൾ ഓഫ് റിമംബറൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു വാളിനെ പറയുന്നത് വാൾ ഓഫ് റിമംബറൻസ് എന്നാണ്. ഈ വാറിൽ പങ്കെടുത്തിട്ട് മരിച്ച 43,000-ലേറെ ആളുകളുടെ പേരുകളാണ് ഈ ഒരു വാളിൽ കാണപ്പെടുന്നത്. ഈ കാണുന്നത് ഈ ഒരു വാറിൽ പങ്കെടുത്ത സർവീസ് മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റാച്യൂസ് ആണ്. ഏതാണ്ട് 19 സ്റ്റാച്യൂസ് ആണ് ഇതിലുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഈ സ്റ്റാച്യൂസ് ഫ്രാങ്ക് ഗെയ്ലോഡ് എന്ന് പറഞ്ഞൊരു ശില്പിയാണ് നിർമ്മിച്ചത്. ആ സൈഡിലുള്ള വാൾ കണ്ടില്ലേ, അതിനെ മ്യൂറൽ വാൾ എന്നാണ് പറയുന്നത്. ഈ വാറിൽ നിന്നും എടുത്ത ഫോട്ടോസാണ് ആ വാളിലുള്ളത്. ഈ കാണുന്ന കർബിനെ യുണൈറ്റഡ് നേഷൻസ് കർബ് എന്നാണ് പറയുന്നത്. ഈ ഒരു കൊറിയൻ വാറിൽ US-നെ സഹായിച്ച 22 നേഷൻസിൻ്റെ പേരുകളാണ് ഈ ഒരു കർബിൽ കാണുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയും കാണുന്നുണ്ട്. ഈ നേഷൻസിൻ്റെ എല്ലാം പേരുകൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കേട്ടോ ഈ കർബിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ലിങ്കൺ മെമ്മോറിയലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്.
ലിങ്കൺ മെമ്മോറിയൽ എന്ന് പറയുന്നത് US-ൻ്റെ ഒരു നാഷണൽ മെമ്മോറിയലാണ്. എബ്രഹാം ലിങ്കനെ ഓണർ ചെയ്തിട്ടുള്ള ഒരു മെമ്മോറിയലാണ് ലിങ്കൺ മെമ്മോറിയൽ. എബ്രഹാം ലിങ്കൺ ഈ US-ൻ്റെ 16ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കുട്ടികൾ ഡാൻസിങ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മെമ്മോറിയലിനുള്ളിലേക്ക് സ്റ്റെപ്പ് കയറി ചെല്ലാൻ പറ്റാത്തവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് റാമ്പും കൊടുത്തിട്ടുണ്ട് അവർ. നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ഒരു ക്ലാസിക്കൽ ടെമ്പിളിൻ്റെ രീതിയിലാണ് ഈ ഒരു മെമ്മോറിയൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ഗ്രാനൈറ്റ് കൊണ്ടും അതുപോലെ തന്നെ മാർബിൾസ് കൊണ്ടുമൊക്കെയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ലിങ്കൺ മെമ്മോറിയലിൽ 36 കോളംസ് ആണ് കേട്ടോ ഉള്ളത്. അത് 36 സ്റ്റേറ്റുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേറ്റുകളുടെ നെയിമുകളെല്ലാം നമുക്ക് ആ കോളത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ 36 സ്റ്റേറ്റുകളെന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ മരിക്കുന്ന സമയത്ത് യൂണിയനിൽ ഉണ്ടായിരുന്ന 36 സ്റ്റേറ്റുകളാണ്. ഡോറിക് സ്റ്റൈലിലാണ് ഈ കോളംസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു മെമ്മോറിയലിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ഈ കോളംസ് ഉൾപ്പെടെ എല്ലാം തന്നെ കൊളറാഡോ യൂൾ മാർബിൾ വെച്ചിട്ടാണ് പണിതിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ആ വാഷിങ്ടൺ മോണുമെൻറ്റും എല്ലാം കൂടി ചേർന്നിട്ട് അവിടെ നിന്നും ഈ റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ ലെവലിൽ നിന്നും ഇവിടത്തേക്ക് ഏതാണ്ട് 87 സ്റ്റെപ്പാണ് ഉള്ളത്. താഴെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. എബ്രഹാം ലിങ്കൻ്റെ സ്റ്റാച്യു ജോർജിയ മാർബിളിൻ്റെ 28 പീസുകൾ വെച്ചിട്ടാണ് കാർവ് ചെയ്തെടുത്തിരിക്കുന്നത്. അകത്തുള്ള വോൾസും കോളംസും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഇന്ത്യാന ലൈംസ്റ്റോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിങ്കൻ്റെ സെക്കൻഡ് ഇനാഗുറൽ അഡ്രസ് സമയത്ത് അദ്ദേഹം പറഞ്ഞ സ്പീച്ചാണ് നമുക്ക് ഈ ഒരു വാളിൽ കാണാൻ സാധിക്കുന്നത്. ഈ മെമ്മോറിയലിൻ്റെ നോർത്ത് വാളിലാണ് ഈ ഒരു സ്പീച്ച് ഉള്ളത്. അതിന് മുകളിലായിട്ട് നമുക്കൊരു മ്യൂറൽ പെയിൻറ്റിങ്ങും കാണാൻ സാധിക്കും. ഈ ഒരു മ്യൂറൽ പെയിൻറ്റ് യൂണിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഏഞ്ചൽ ഓഫ് ട്രൂത്ത് നോർത്തിനെയും സൗത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ആൾക്കാരുടെ കൈകൾ ജോയിൻ ചെയ്യുന്നതാണ് ഈ ഒരു മ്യൂറൽ പെയിൻറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വിങ്സ് സംരക്ഷിക്കുന്ന ആൾക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ പെയിൻറ്റിങ്, ഫിലോസഫി, മ്യൂസിക്, ആർക്കിടെക്ചർ തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ ഈ ഒരു മ്യൂറൽ പെയിൻറ്റിൻ്റെ ലെഫ്റ്റിലുള്ള ആൾക്കാർ സാഹോദര്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, റൈറ്റിലുള്ള ആൾക്കാർ ചാരിറ്റിയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെമ്മോറിയലിൻ്റെ സൗത്ത് വാളിൽ ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് അഡ്രസ്സും നമുക്ക് കാണാം. അതിന് മുകളിലായിട്ട് മറ്റൊരു മ്യൂറൽ പെയിൻറ്റിങ്ങും ഉണ്ട്. അത് ഫ്രീഡം ആൻഡ് ലിബർട്ടിയാണ് സൂചിപ്പിക്കുന്നത്. ഈ മെമ്മോറിയലിൻ്റെ സീലിങ്സ് നിർമ്മിച്ചിരിക്കുന്നത് അലബാമ മാർബിൾസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫ്ലോറിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടെനസി പിങ്ക് മാർബിൾസ് ആണ്. അങ്ങനെ ലിങ്കൺ മെമ്മോറിയലൊക്കെ കണ്ടിട്ട് ഇനി നേരെ വാഷിങ്ടൺ മോണുമെൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഈ കാണുന്നതാണ് റിഫ്ലക്റ്റിംഗ് പൂള്. വാഷിങ്ടണിലുള്ള മറ്റ് റിഫ്ലക്റ്റിംഗ് പൂളുകളെ അപേക്ഷിച്ച് വളരെ വലുതാണ് ഈ ഒരു റിഫ്ലക്റ്റിംഗ് പൂള്. ഇതിന് ലിങ്കൺ മെമ്മോറിയൽ റിഫ്ലക്റ്റിംഗ് പൂൾ എന്നാണ് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് നടക്കാനുള്ള വഴിയും കാണാം. പിന്നെ അതുപോലെ തന്നെ 2 വശത്തും തണൽ മരങ്ങളും ഉണ്ട്. അത് ഈ റിഫ്ലക്റ്റിംഗ് പൂളിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ലിങ്കൺ മെമ്മോറിയൽ ഡിസൈൻ ചെയ്ത ഹെൻറി ബേക്കൺ എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ് തന്നെയാണ് ഈ ഒരു റിഫ്ലക്റ്റിംഗ് പൂളും ഡിസൈൻ ചെയ്തത്. ഇതൊരു റെക്റ്റാങ്കുലർ പൂളാണ്. ഇതിന് ഏതാണ്ട് 2030 അടി നീളവും അതുപോലെ തന്നെ 167 അടി വീതിയുമാണുള്ളത്. ടൈഡൽ ബേസിനിൽ നിന്നുള്ള വെള്ളം സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പൂളിലെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിഫ്ലക്റ്റിംഗ് പൂളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ലിങ്കൺ മെമ്മോറിയലും അതുപോലെ തന്നെ വാഷിങ്ടൺ മോണുമെൻറ്റും വേൾഡ് വാർ II മെമ്മോറിയലും കാണാൻ സാധിക്കുന്നു. ഞങ്ങൾ പോയ ദിവസം പീക്ക് ചെറി ബ്ലോസം സമയം ആയതുകൊണ്ടും അതുപോലെ തന്നെ അന്നൊരു കൈറ്റ് ഫെസ്റ്റിവലും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറി ബ്ലോസം ഫെസ്റ്റിവലും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ തിരക്ക് എത്രമാത്രം ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ വേൾഡ് വാർ II മെമ്മോറിയലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വേൾഡ് വാർ II മെമ്മോറിയൽ എന്ന് പറയുന്നത് US-ൻ്റെ ഒരു നാഷണൽ മെമ്മോറിയലാണ്. വേൾഡ് വാർ IIയിൽ പങ്കെടുത്ത അമേരിക്കയുടെ ആംഡ് ഫോഴ്സസിനും സിവിലിയൻസിനും വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷനായിട്ടാണ് ഈ ഒരു മെമ്മോറിയൽ പണിതത്. ഈ ഒരു മെമ്മോറിയൽ ഒരു ഓവൽ ഷേപ്പിലാണ് ഈ ഒരു പ്ലാസ എന്ന് പറയുന്നത്. അതിൻ്റെ നടുക്ക് ഫൗണ്ടെയിൻസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു മെമ്മോറിയലിൽ ഏതാണ്ട് 56 ഗ്രാനൈറ്റ് പില്ലേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോന്നിനും 17 അടി ഉയരമാണുള്ളത്.
ഈ ഗ്രാനൈറ്റ് പില്ലേഴ്സ് ഈ ഒരു പ്ലാസയിൽ സെമി സർക്കിൾ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് 2 ആർച്ചസും കാണാൻ സാധിക്കുന്നു ഈ പില്ലേഴ്സിൻ്റെ ഇടയിലായിട്ട്. ഈ 56 പില്ലേഴ്സ് US-ൻ്റെ സ്റ്റേറ്റുകളെയും അതുപോലെ തന്നെ ടെറിട്ടറീസിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ പില്ലേഴ്സിലും നമുക്ക് ബ്രോൺസ് ലോറൽ റീത്തുകളും കാണാൻ സാധിക്കുന്നു. പില്ലേഴ്സിലെല്ലാം ആ സ്റ്റേറ്റുകളുടെ പേരുകൾ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ആർച്ചസ് കാണാമായിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് നോർത്തേൺ സൈഡിലുള്ള ആർച്ച് അറ്റ്ലാന്റിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതായത് ബാറ്റിൽ ഓഫ് അറ്റ്ലാന്റിക്കിനെ. സദേൺ സൈഡിലുള്ള ആർച്ച് പസഫിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതായത് പസഫിക് വാറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആർച്ചസിനുള്ളിലായിട്ട് ലോറൽ റീത്തിലിരിക്കുന്ന ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ച ഈഗിൾസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഈഗിൾസ് വിക്ടറിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റും കണ്ടുപിടിച്ചു ഈ ഒരു പില്ലേഴ്സിൽ. മിഷിഗൻ, ആ കാണുന്നതാണ് മിഷിഗൻ്റെ പില്ലർ. 2004 മെയ് 29 പ്രസിഡന്റ് ജോർജ് ബുഷാണ് ഈ ഒരു മെമ്മോറിയൽ ഡെഡിക്കേറ്റ് ചെയ്തത്. അങ്ങനെ വേൾഡ് വാർ II മെമ്മോറിയലിന് നേരെ ഞങ്ങൾ പോകുന്നത് വാഷിങ്ടൺ മോണുമെൻറ്റിൻ്റെ അടുത്തേക്കാണ്. ആബലസ്ക് കൺസ്ട്രക്ഷൻ ആണ് ഈ വാഷിങ്ടൺ മോണുമെൻറ്റ്. ആബലസ്ക് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ഗ്രീക്ക് വേർഡാണ്. ഈ ഒരു കൺസ്ട്രക്ഷനെ പറയുന്ന വേർഡാണത്. പക്ഷേ ഇതിൻ്റെ ഒരു ഒറിജിനൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഒരു പിരമിഡിൻ്റെ ഷേപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ജോർജ് വാഷിങ്ടണിനെ അനുസ്മരിച്ചുകൊണ്ട് 1800കളിൽ പണിത ഒരു മോണുമെൻ്റാണ് ഈ വാഷിങ്ടൺ മോണുമെൻറ്റ്. നമുക്ക് ഈ മോണുമെൻറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അതിൻ്റെ ടോപ്പിൽ ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഒരു 30 ദിവസം മുൻപെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. നല്ല പീക്ക് സമയമാണെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പം ടിക്കറ്റ് കിട്ടണമെന്നില്ല. നമുക്ക് അവിടെ ചെന്നിട്ടും ടിക്കറ്റ് സെയിം ഡേ ടിക്കറ്റ് കിട്ടും. പക്ഷേ പീക്ക് സമയങ്ങളിൽ ടിക്കറ്റ് നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ. കുറച്ച് വിസിറ്റേഴ്സിനെ മാത്രമേ അവർ ഉള്ളിലേക്ക് കിടത്തി വിടുത്തുള്ളൂ. മോണുമെൻറ്റിലേക്ക് ഫ്രീ അഡ്മിഷനാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വൈറ്റ് ഹൗസ് കാണാനായിട്ട് പോയി. പക്ഷേ അപ്പോഴേക്കും ആ ഒരു എലിപ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. അതെന്ന് പറയുന്നത് സൗത്ത് വ്യൂ ആണ്, അതായത് വൈറ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അവിടുത്തെ പാർക്കിൽ നിന്ന് ആളുകളെ എല്ലാവരെയും അപ്പോഴേക്കും ഇവാക്യുവേറ്റ് ചെയ്തു. എന്താ കാര്യമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് വൈറ്റ് ഹൗസ് കാണാൻ പറ്റിയില്ല. അവിടെ ഫുൾ സെക്യൂർഡാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, ചെറുതായിട്ട് നമുക്ക് വൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ഹൗസ് കാണാൻ പറ്റാത്ത വിഷമത്തിൽ തിരിച്ച് ഞങ്ങൾ നേരെ വാഷിങ്ടൺ മോണുമെൻറ്റിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ ഒന്നും കൂടെ കാണാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും ഈ ബ്ലോസം കൈറ്റ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറുണ്ട്. ഈ വാഷിങ്ടൺ മോണുമെൻറ്റിന് ചുറ്റുമാണ് ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. പല തരത്തിലുള്ള പട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇത്രയും വെറൈറ്റീസിലുള്ള പട്ടങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അതും ഇത്രയും പട്ടങ്ങൾ പറത്തിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഇവൻറ്റിന് പ്രത്യേകിച്ച് അഡ്മിഷൻ ഫീ ഒന്നുമില്ല. ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ളവർക്ക് വന്ന് പട്ടം പറത്താം. പിന്നെ ഇവിടെ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പട്ടം പറത്തുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻസും നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പട്ടമായിരുന്നു കേട്ടോ ഈ ഷാർക്കിൻ്റെ കൈറ്റ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വൈറ്റ് ഹൗസിൻ്റെ ആ സൗത്ത് സൈഡിലുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ക്യാപിറ്റോൾ കാണാനായിട്ട് പോയി. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ മ്യൂസിയം കാണാമായിരുന്നു. സ്മിത്സോണിയൻ മ്യൂസിയം ഓഫ് അമേരിക്കൻ ഹിസ്റ്ററി, മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, മ്യൂസിയം ഓഫ് എയർ സ്പേസ്, അങ്ങനെ കുറേ മ്യൂസിയംസ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയിരുന്നു. ഇവിടെ മ്യൂസിയത്തിനുള്ളിൽ കയറാൻ നമുക്ക് പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. ഈ കാണുന്നത് സ്മിത്സോണിയൻ കാസിലാണ്. ഈ കാസിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ബ്രിക്ക് റെഡ് കളറൊക്കെ ആയിട്ട്. ഇവിടുന്ന് നോക്കുമ്പം ക്യാപിറ്റോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും നടന്നിട്ട് വേണം ഇനി നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു ദിവസത്തെ ബാക്കി കാഴ്ചകളും
സെക്കൻഡ് ഡേയിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.